എല്ലാവർക്കും നമസ്കാരം. എൻ്റെ യൂട്യൂബ് ചാനൽ ഷീബാസ് രുചിയിടത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് നല്ലൊരു ചട്നി ഉണ്ടാക്കി നോക്കാം. ഇന്നലെ മോമോസിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു അതിന് കോമ്പിനേഷൻ ആയിട്ടുള്ള ചട്നി ഇന്ന് ഉണ്ടാക്കിയിടാമെന്ന്. അതാണ് ഞാനിന്ന് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് മോമോസിന് മാത്രമല്ല ദോശയ്ക്കും ഇഡ്ഡലിക്കും ചപ്പാത്തിക്കും ഒക്കെ കോമ്പിനേഷനായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ചട്നിയാണ്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം ഉപയോഗിച്ച് ടേസ്റ്റി ആയിട്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചട്നിയാണ്. എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റിയാണ്. ഇത് 2-3 ദിവസം കേടുകൂടാതെ ഇരിക്കുകയും ചെയ്തോളും. എങ്ങനെയാണ് ഞാൻ ഈ ചട്നി ഉണ്ടാക്കിയിരിക്കുന്നതെന്ന വീഡിയോ നമുക്ക് കാണാം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ബെല്ലൈക്കൺ പ്രസ് ചെയ്യുന്ന കാര്യം പ്രത്യേകം ഓർക്കണം. അപ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും ലിങ്ക് നിങ്ങൾക്ക് അപ്പോൾ തന്നെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് മോമോസിൻ്റെ ചട്നി ഉണ്ടാക്കുന്ന വീഡിയോ കാണാം. നമുക്ക് ചട്നി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് ഞാനൊരു പാൻ വെച്ച് അതിലേക്ക് 1 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതൊന്ന് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് 10-15 വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. ഇത് ഓരോരുത്തരുടെയും എരിവിനനുസരിച്ച് വേണം ഇടാനായിട്ട്. നമ്മൾ ചട്നിക്ക് 3 തക്കാളിയാണ് എടുക്കുന്നതെങ്കിൽ മിനിമം 10 വറ്റൽമുളകെങ്കിലും എടുത്തിരിക്കണം. അതിൽ കുറയാൻ പാടില്ല. ഇത് 1 മിനിറ്റ് ഒന്ന് കിടന്നൊന്ന് സോക്കായി നല്ല സോഫ്റ്റായി മാറും. അപ്പോഴേക്കും നമുക്കതിലേക്ക് 3 തക്കാളി ഇതുപോലെ അരിഞ്ഞിട്ട് കൊടുക്കാം. ഒരുപാട് ചെറിയ കഷ്ണങ്ങളാക്കി അരിയരുത്. അഞ്ച് മിനിറ്റ് ഇതൊന്ന് നമുക്ക് ഇതുപോലെ വേവിക്കാം. ഇപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് നല്ലവണ്ണം ഒന്ന് തണുക്കാൻ വയ്ക്കണം. ഇനി നമുക്ക് ഇതിൻ്റെ സ്കിന്നെല്ലാം ഇതുപോലെ നീക്കം ചെയ്തതിന് ശേഷം ഈ വറ്റൽമുളകും തക്കാളിയും കൂടി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നല്ലവണ്ണം പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. ആവശ്യമുണ്ടെങ്കിൽ ഈ വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇല്ലെങ്കിൽ ഇത് നമുക്ക് ചട്നി പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഒഴിച്ചു കൊടുക്കും. ഇപ്പം ഇതുപോലെ ഞാനിത് ജാറിലേക്ക് ആക്കിയിട്ടുണ്ട്. നല്ലവണ്ണം തണുത്തതിന് ശേഷം വേണം നമ്മളിങ്ങനെ ആക്കിയെടുക്കാനായിട്ട്. നമുക്ക് ചട്നി പ്രിപ്പയർ ചെയ്യാം. അതിനായിട്ട് ഞാനൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ അല്ലാതെ വേറെ ഏതെങ്കിലും ഒരു ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാൻ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഒരു 10-12 ഗാർലിക്ക് നല്ലവണ്ണം ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കണം. പിന്നെ 1 ഇഞ്ച് ഇഞ്ചിയുടെ കഷ്ണം ചോപ്പ് ചെയ്ത് അതും ഇട്ട് കൊടുക്കാം. നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുക്കാം. ഇത് ആ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് ചെറിയ ഉള്ളി അരിഞ്ഞതിട്ട് കൊടുക്കാം. ഒരു 10-12 ചെറിയ ഉള്ളി ഞാൻ എടുത്തിട്ടുണ്ട്. എല്ലാം നല്ലവണ്ണം ചെറുതായിട്ട് ചോപ്പ് ചെയ്യണം. ഇത് നല്ലവണ്ണം ഒന്ന് വഴറ്റി കൊടുക്കണം. ഇതുപോലെ കളർ മാറുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ സോയാ സോസ് ഒഴിച്ചു കൊടുക്കാം. നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്യുക. അതിനകത്തേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന ടൊമാറ്റോ ചില്ലി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. 1 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിടണം. 1/2 ടീസ്പൂൺ ഉപ്പാണ് ഞാൻ ഇട്ട് കൊടുത്തത്. 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ഇടാം. ഇതിൻ്റെ ടേസ്റ്റ് എല്ലാം കൂടി ഒന്ന് ക്രമീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ വിനാഗിരിയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇത് നല്ലവണ്ണം ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് 1 മിനിറ്റ് ഒന്ന് തിളപ്പിച്ച് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചട്നി റെഡി ആയിട്ടുണ്ട്. ഈ ഒരു ചട്നിയാണ് നമ്മൾ മോമോസിന് കോമ്പിനേഷനായിട്ട് ഉപയോഗിക്കുന്നത്.
ഇത് മോമോസിന് മാത്രമല്ല ചപ്പാത്തിക്കോ ചോറിനോ ദോശയ്ക്കോ ഇഡ്ഡലിക്കോ ഒക്കെ നമുക്ക് കൂട്ടാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി മോമോസ് ഉണ്ടാക്കിയില്ല എങ്കിൽ തന്നെ ഇങ്ങനെയൊരു ചട്നി നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ പുതിയ വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്